ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു പാനൽ കട്ട് അനാർക്കലി ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാനൽ കട്ട് അനാർക്കലി ചെയ്യാൻ പോകുന്നത് ഈ തുണി കൊണ്ടാണ്. ഇതിൻ്റെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതതിൻ്റെ പാൻറ്റ് പീസാണ്, സെമി പലാസാണ് പാൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതതിൻ്റെ ഷാളാണ്. അപ്പോൾ ഷാൾ ഒരു 2.5 മീറ്ററാണ് അവർ മുറിച്ച് വാങ്ങിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 7 ഇഞ്ച് ഷോൾഡറും 7 ഇഞ്ച് കൈക്കുഴിയുമുള്ള ഒരു അളവാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കൊരു ഡബിൾ എക്സലൊക്കെ ഈ അളവ് വരും. അപ്പം ഞാൻ അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു 15.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷേപ്പ് ലെങ്ത് ഒരു 10.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് പിന്നെ 2.5 ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ചൊക്കെ മതി, ഞാൻ 2.5 ഇഞ്ച് ഇട്ടതേ ഉള്ളൂ. പിന്നെ നമുക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലീവ് ഞാനൊരു 21 ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനൊരു ഫുൾ സ്ലീവാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പുറവും കൈക്കുഴിയുടെ ഭാഗത്ത് 21 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു 3 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നുണ്ട്. നമുക്ക് സ്ലീവ് ഒരു ഫുൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ തുണിയുടെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, ഇഷ്ടമുള്ളവർ കയറി കണ്ടോളൂ. അപ്പോൾ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ലൈനിങ് ഞാൻ നേരത്തെ നല്ല പീസ് ആദ്യം തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ലൈനിങ് വെട്ടിയെടുക്കുക. അത് ലൈനിങ് നല്ല ഒഴുക്കുള്ള ക്രേപ്പ് മെറ്റീരിയലായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതങ്ങ് വെട്ടിയെടുത്തത്. പിന്നെ നമുക്ക് പാനൽ കട്ട് ചെയ്യാം. പാനൽ കട്ട് ഞാനൊരു 38 ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 16 പാനലാണ് ചെയ്യുന്നത്. അപ്പോൾ 16ആയിട്ട് നമ്മൾ മടക്കണം. അത് പല വീഡിയോയും ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് വേസ്റ്റ് റൗണ്ട് എനിക്ക് 20ആണ്, 40ആണ് ഫുൾ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 40നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ 2.5 കിട്ടും. പിന്നെ 2 അറ്റവും കൂടെ നമ്മൾ പാനലുകൾ കൂട്ടി യോജിക്കുമ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് കൂടെ ഇട്ട് 3.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ താഴെ ഇങ്ങനെ വർക്ക് വരുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ മറ്റേ നാൻസിയുടെ വീഡിയോ പാനൽ കട്ട് അനാർക്കലി അവർ ചെയ്യുന്നത് ഞാൻ ആ ഷോർട്സ് വീഡിയോ കണ്ടിട്ടാണ് കറക്റ്റ് ഇത് ഞാൻ മനസ്സിലാക്കിയത്. മറ്റവരെല്ലാം വലിയ വീഡിയോ ആയതുകൊണ്ട് ഞാനതൊക്കെ ചെറുതായിട്ട് നോക്കി. കാര്യം ആദ്യമായിട്ടാണ് ഞാൻ പാനൽ കട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. 16 പീസ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ. അത്രയ്ക്ക് കട്ടിയാണ് തുണി. അപ്പോൾ 4 മീറ്റർ എടുത്താൽ താഴ്ഭാഗം 4ഉം മുകളിൽ 1.5 എടുത്താൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ലൊരു പാനൽ കട്ട് ചുരിദാർ 16 പീസിൻ്റെ അനാർക്കലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താഴെ ഒരു 10 ഇഞ്ചൊക്കെ വരണം കേട്ടോ. 10 ഇഞ്ചൊക്കെ വന്നാൽ നല്ല ഫ്ലെയറാണ്, താഴെ കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇനി കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 2 തുണി വീതം ഇട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് നമ്മൾ ഓരോ പാനലിൻ്റെ സൈഡ് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ പാനലും ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അതിനകത്ത് കട്ട് ബീഡൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുണ്ടോ ജോയിൻറ്റ് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, ജോയിൻറ്റ് ചെയ്ത്. പിന്നെ ഞാൻ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തു. പിന്നെ 2 ഡാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബ്രസ്റ്റ് പോയിൻറ്റിലോട്ട് ഒരു 10 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഞാൻ 2 ഡാട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് ഞാൻ ടോപ്പ് പാർട്ടും താഴെ ബോട്ടം പാർട്ടും അപ്പം ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും കൂടെ ഞാൻ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കഴുത്തൊന്നും സ്റ്റിച്ച് ഇടാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് വെച്ച് നോക്കിയാണ് എങ്ങനെ ഉണ്ട്, കറക്റ്റ് ഇറക്കമൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് തയ്യലഴിക്കേണ്ടി വരും. അതുകൊണ്ട് അന്ന് നോക്കിയിട്ടാണ് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഷോൾഡർ നല്ല ഭംഗിയിൽ തയ്യൽ തുമ്പില്ലാതെ കിട്ടേണ്ട ഭാഗമൊക്കെ നമുക്കറിയാം, ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈനിങ്ങിൻ്റെ അകത്തോട്ട് ഫ്രണ്ടിൻ്റെ ഷോൾഡർ വെച്ചിട്ട് നല്ല പീസും ലൈനിങ്ങും എല്ലാം 4 പീസും ഒരുമിച്ച് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഷോൾഡർ അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കണം കേട്ടോ, നല്ല രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ 2 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിവർത്തി നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഷോൾഡർ കിട്ടും. പിന്നെ നമുക്ക് അടുത്തത് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല ഷേപ്പ് അടിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ തയ്ച്ചപ്പോൾ. ഇതിൻ്റെ ഇനി സെമി പലാസായും കൂടെ സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഷാളൂടെ വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.